രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അഷ്ടപദിയുടെ ക്ലാസ്സാണ് എടുക്കുന്നത്. അഷ്ടപതി 16ാമത്തെ അധ്യായമാണ്, 3ാമത്തെ ശ്ലോകമാണ്. ഇതിനു മുമ്പുള്ളതൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. ഇന്നത്തെ അഷ്ടപതി നമുക്ക് പാടിത്തരുന്നത് തിരുവനന്തപുരത്തുള്ള ദീപയാണ്. ദീപ വളരെ മനോഹരമായിട്ടത് പാടുകയാണ്, നിങ്ങൾ കേട്ടുകൊള്ളൂ. അമൃത മധുര മൃദുതര വചനേന. അമൃത മധുര മൃദുതര വചനേന ജ്വലദിന സാമലയജ പവനേന. യാരമിത വനമാലിനാ സഖി. യാരമിതാ വനമാലിന. അപ്പോൾ നമ്മുടെ ആ ദീപ അത് പാടി തന്നത് കേട്ടല്ലോ. അപ്പൊ നിങ്ങൾ കേട്ടേ. അമൃത മധുര മൃദുതര വചനേന ജ്വലതി നസാമലയജ പവനേന സഖി. യാരമിത വനമാലിന. കൃഷ്ണ. അർത്ഥം എഴുതിക്കോളൂ. അമൃത മധുര. അമൃത മധുര. അർത്ഥം അമൃതിനു തുല്യവും മധുരവും ഉള്ളത്. അമൃതിനു തുല്യം മധുരമുള്ളത്. അമൃത മധുര. അമൃതിന് തുല്യം മധുരമുള്ളത്. ജ്വലതി. ജ്വലതി പൊള്ളുക. ജ്വലതി പൊള്ളുക. പവനൻ. പവനൻ കാറ്റ്. മലയജ പവനൻ. മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന ചന്ദനക്കാറ്റ്.
മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന ചന്ദനക്കാറ്റ്. കാരണം മലയ പർവ്വതം നിറയെ ചന്ദന മരങ്ങളാണ്. രമിത, രമിത രമിക്കുന്നു, രമിക്കുന്നു. അപ്പോൾ ഇനി അർത്ഥം പറഞ്ഞു തരാം. രാധാറാണി പറയുകയാണ്, ഹേ സഖി, അമൃതിനു തുല്യം മധുരവും, അമൃതിന് തുല്യം മധുരവും അമൃത് പോലെ മൃദുവുമായിട്ടുള്ള വാക്കുകൾ പറയുന്ന ശ്രീകൃഷ്ണനാൽ ഏതൊരുവളാണോ കാമലീലയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവളെ മലയപർവ്വതത്തിലെ കാറ്റ് ചുട്ടുപൊള്ളിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവിടെ രാധാറാണി തോഴിയോട് പറയുകയാണ്, അല്ലയോ തോഴി, ഈ കൃഷ്ണനുണ്ടല്ലോ വളരെ മധുരമായ വാക്കുകൾ പറഞ്ഞ്, മൃദുവായ വാക്കുകൾ പറഞ്ഞ് ആരെയും മനം മയക്കാൻ അവൻ മിടുക്കനാണ്. എന്തിനാണ് അവൻ വാക്കുകൾ പറയുന്നത്? അവൻ്റെ ഒരു ചിരി മതി, ഏതൊരു പെൺകുട്ടിയും ആ ചിരിക്കകത്തങ്ങ് വീണുപോകും. അവൻ പ്രണയവും കാമവും എല്ലാം കവിഞ്ഞൊഴുകുന്ന വാക്കുകൾ പറഞ്ഞ് ഗോപികയിലെ കാമമുണർത്തി അവളുമായി രതിലീലയിലാടുകയാണ് കൃഷ്ണൻ. അതുകൊണ്ട് അല്ലയോ തോഴി, നമ്മുടെ കൃഷ്ണൻ പെണ്ണുങ്ങളെ വശത്താക്കാൻ ബഹുമിടുക്കനാണ്. അവൻ്റെ ഒരു ചിരി മതി, അവൻ്റെ ഒരു പുഞ്ചിരി മതി, ഏതൊരു പെണ്ണും അവനെ മോഹിച്ചു പോകും. പിന്നെ അവൻ്റെ വാക്കുകൾ കേട്ടാൽ പിന്നെ അവനെ വിട്ടാരും പോവുകയില്ല. അത്ര കണ്ട് മധുര മനോഹരമായിട്ടാണ് ആര് സംസാരിക്കുന്നത്? കൃഷ്ണൻ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് മയക്കി എടുത്തതാണ് തോഴി ഈ ഗോപികയെ. അവൻ അങ്ങനെ അവളെ സന്തോഷിപ്പിക്കുന്ന, അവളിൽ കാമമുണർത്തുന്ന, അവളിൽ പ്രണയമുണർത്തുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവളുമായിട്ടിങ്ങനെ രതിലീലയിലാടുകയാണ്. അവൾ ആ രതിലീലയുടെ സംതൃപ്തിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കാമമടങ്ങി കിടക്കുന്നത് കൊണ്ട് മലയ പർവ്വതത്തിൽ നിന്നും വരുന്ന കാറ്റ് അവളെ അല്പം പോലും ചുട്ടുപൊള്ളിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സാധാരണ കാട്ടുതീയെ ആളിക്കത്തിക്കുന്ന ഒന്നാണ് ആരെന്ന് പറയുന്നത്? കാറ്റ്. നമ്മളിപ്പോൾ അമേരിക്കയിലൊക്കെ തന്നെ കണ്ടില്ലേ, കാറ്റത്താണല്ലോ ഇത് സകലതും, ഒരു കാട് മുഴുവൻ നശിച്ചത്. അപ്പോൾ തീയെ ആളിക്കത്തിക്കുന്ന ഒന്നാണ് കാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അതായത് കൃഷ്ണനെ കുറിച്ച് ആര് വിചാരിക്കുന്നുവോ അവരുടെ മനസ്സിൽ കാമത്തിൻ്റെ അഗ്നി വരും. പിന്നെ മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റ് ചന്ദനക്കാറ്റാണ്. ആ ചന്ദനക്കാറ്റിൻ്റെ മണമേറ്റാലോ, ആ ചന്ദനക്കാറ്റ് നമ്മുടെ ദേഹത്ത് സ്പർശിച്ചാലോ നമ്മുടെ കാമം അങ്ങ് ഇരട്ടിയുടെ ഇരട്ടിയാകും എന്ന് പറഞ്ഞാൽ ജയദേവ കവി പറയുകയാണ്, ശ്രീകൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ പ്രണയവും കാമവികാരങ്ങളും ഉണ്ടാകും. ആ സമയത്ത് വെറുതെ ഇരിക്കുന്നവൻ്റെ മനസ്സിൽ പോലും കാമമുണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്ന മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന ചന്ദനക്കാറ്റുണ്ട്. ആ ചന്ദനക്കാറ്റ് വന്നിട്ട് ഈ ഗോപികയുടെ ഉള്ളിൽ കിടക്കുന്ന പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും എന്തു ചെയ്യുന്നു? അഗ്നി ആളിക്കത്തിച്ചു കൊടുക്കും. പൊതുവേ കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ആ ഗോപികയിൽ കാമവികാരമുണ്ട്. അതിൻ്റെ കൂടെ ഈ കാറ്റ് വന്നിട്ട് കാമമാകുന്ന തീയെ ആളിക്കത്തിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ഏതൊരു സ്ത്രീയും അതിനകത്ത് ചുട്ടുപൊള്ളും എന്ന് പറഞ്ഞാൽ കാമം കൊണ്ട് തപിക്കും. അവൾക്ക് കാമവികാരം അടക്കാൻ കഴിയത്തില്ല. ആ സമയത്ത് അവൾക്ക് കൃഷ്ണനെ വേണം. പക്ഷേ ഏതൊരു സ്ത്രീയുടെയും ഹൃദയത്തിലുള്ള കാമവികാരത്തെ കത്തിജ്വലിപ്പിക്കുന്ന മലയപർവ്വതത്തിലെ കാറ്റ് ഇവിടെ നിസ്സഹായനാണ്. അവന് ഈ ഗോപികയുടെ ഹൃദയത്തിലെ കാമത്തെ ഉണർത്താൻ പറ്റില്ല. കാരണം അവളുടെ കാമത്തെ കൃഷ്ണൻ അടക്കിക്കഴിഞ്ഞു. ആ അടക്കിക്കഴിഞ്ഞ് കാമമടങ്ങി അർത്ഥനിമീലിതയായി കണ്ണുകൾ പകുതിയടച്ച് കൃഷ്ണന്റെ മാറിൽ അവൾ കിടക്കുകയാണ്. അങ്ങനെ രതിലീലയിൽ സംതൃപ്തയായി കണ്ണുകൾ പാതി കൂമ്പി കൃഷ്ണന്റെ മാറിൽ കിടക്കുന്ന അവളെ ഈ മലയപർവ്വതത്തിലെ കാറ്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല തോഴി.
ഇവിടെയും ഒരു വിപരീതാർത്ഥമുണ്ട്. ഇവിടുത്തെ വിപരീതാർത്ഥം, ഈ കൃഷ്ണൻ ഉദാസീനനാണ് ഈ ഗോപികയോട്. അവളോട് അവൻ മധുരവാക്കു പറയുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, അവൻ പോകുന്നില്ല. ഈ കൃഷ്ണൻ തോഴി നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല. അവൻ ഈ ഗോപിയുടെ അടുത്ത് ഉദാസീനനാണ്. അവൻ്റെ മനസ്സ് വേറെ സ്ത്രീകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. വേറെ സ്ത്രീയിൽ മനസ്സ് വെച്ചിട്ട് ശരീരം മാത്രം അവക്ക് കൊടുത്തിട്ട് എന്തൊക്കെയോ വാക്കുകൾ പറയും. അത് ആ ഗോപികയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ മലയപർവ്വതത്തിലെ കാറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കിടക്കുന്ന ഗോപികയുടെ കാമവികാരം ഉണർത്താൻ പറ്റുന്നില്ല. കാരണം കൃഷ്ണൻ തന്നെ അത് ഊതിക്കിടത്തിക്കളഞ്ഞു തോഴി. ഇവിടെ മറ്റൊരു ദ്വയാർത്ഥവും കൂടെ ഉണ്ട്. അല്ലയോ തോഴി, അവൻ ഉദാസീനനല്ലാതെ യഥാർത്ഥ ഹൃദയം കൊണ്ട് രമിക്കാൻ അവന് എന്നോട് മാത്രമേ കഴിയൂ, രാധാറാണിയോട് മാത്രമേ കഴിയൂ എന്നും കൂടെ ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയാണ്. അമൃതമധുരമൃദുതരവചനീനാ അമൃതമധുരമൃദുതരവചനീനാ ജ്വലദിനസാമലയജപവനീനാ യാ രമിതാ വനമാലിനാ സഖീ യാ രമിതാ വനമാലിനാ സ്ഥലജലരുഹരുചികരചരണീനാ സ്ഥലജലരുഹരുചികരചരണീനാ ലുഢദിനസാ ഹിമകരകിരണീനാ യാ രമിതാ വനമാലിനാ സഖീ യാ രമിതാ വനമാലിനാ. വീണ്ടും നമ്മുടെ ദീപ അത് പാടിയത് കേട്ടല്ലോ. അപ്പോൾ ഇനി കേട്ടെ. സ്ഥലജലരുഹരുചികരചരണേന ലുഠദിനസാ ഹിമകരകിരണേന സഖിയാ രമിതാ വനമാലിനാ. കൃഷ്ണ. അർത്ഥം എഴുതിക്കോ. സ്ഥലജലരുഹ, അർത്ഥം പനിനീര്, പിന്നെ നീലത്താമര, രണ്ടർത്ഥവും. സ്ഥലജലരുഹ, പനിനീര്, പിന്നെ നീലത്താമര. രുചി, രുചി സൗന്ദര്യം, രുചി സൗന്ദര്യം. കരചരണം, കൈകളും പാദങ്ങളും, കരചരണം, കൈകളും പാദങ്ങളും. ലുഠതി, ലുഠതി ഉരുളുക, ഉരുളുക. ഹിമകര, ചന്ദ്രൻ, ഹിമകര ചന്ദ്രൻ. കിരണം, രശ്മി, കിരണം രശ്മി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പനിനീർപ്പൂവ് പോലെ മനോഹരമായ പാദങ്ങളാണ് ഈ വനമാലിയുടേത്, കൃഷ്ണൻ്റേത്. അങ്ങനെ താമരപ്പൂ പോലെ മനോഹരമായ പാദങ്ങളുള്ള കൃഷ്ണനാൽ ഏതൊരു സ്ത്രീയാണോ രമിക്കപ്പെടുന്നത്, അവൾ ചന്ദ്രകിരണങ്ങൾ ഏൽക്കുമ്പോൾ നിലത്ത് കിടന്ന് ഉരുളുന്നില്ല. അതായത് രാധാറാണി തോഴിയോട് പറയുകയാണ്, അല്ലയോ സഖി, ഈ ശ്രീകൃഷ്ണൻ്റെ കൈകളും അവൻ്റെ പാദങ്ങളുമൊക്കെ താമരപ്പൂ പോലെ മനോഹരവും താമര പോലെ സുഖം തരുന്ന തണുപ്പുള്ളതുമാണ്. അപ്പൊ കൃഷ്ണൻ എന്തു ചെയ്യുന്നു? താമരപ്പൂ പോലെ മനോഹരവും താമര പോലെ സുഖകരമായ തണുപ്പുമുള്ളതുമായ കൈകൾ കൊണ്ട് ആ ഗോപികയെ വാരിപ്പുണരും. അങ്ങനെ വാരിപ്പുണരുമ്പോൾ അവളുടെ ശരീരവും അവളുടെ മനസ്സുമെല്ലാം തണുക്കും. അങ്ങനെ തണുക്കുമ്പോൾ അവൻ ചടുലമായ വാക്കുകൾ പറഞ്ഞ് അവളെ കാമത്തിൻ്റെ പരകോടിയിലെത്തിക്കും. അങ്ങനെ വരുമ്പോൾ എന്തു സംഭവിക്കും? കാമത്തിൻ്റെ പരകോടിയിലെത്തിക്കഴിയും. അപ്പോൾ കാമമുണർത്താൻ ബഹുമിടുക്കനായ ചന്ദ്രൻ്റെ കിരണങ്ങൾ, ആ കിരണങ്ങൾക്ക് ഈ ഗോപികയെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, കൃഷ്ണൻ
കൃഷ്ണന്റെ കൈകളും പാദങ്ങളും താമരപ്പൂ പോലെ മൃദുലവും താമര പോലെ തണുപ്പുള്ളതുമാണ്. കൃഷ്ണൻ അത്രയ്ക്ക് മൃദുലമായ കൈകൾ കൊണ്ട് അവളെ വാരിപ്പുണരും. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയേക്കാൾ അല്പം ആരോഗ്യമുണ്ട്. അവൻ വാരിപ്പുണരുമ്പോൾ ചിലപ്പോൾ അവൾക്ക് നോവാം, ചിലപ്പോൾ അവൾക്ക് ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടാം. പക്ഷെ ഇവിടെ കൃഷ്ണൻ താമരത്തണ്ട് പോലെ മൃദുലവും മനോഹരവും തണുത്തതുമാണ്. അതുകൊണ്ട് കൃഷ്ണൻ അവളെ എത്രമാത്രം തന്നോട് ചേർത്താലും അവൾക്ക് അല്പം പോലും വീർപ്പുമുട്ടലോ വേദനകളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ആ താമരത്തണ്ടിനാൽ ചുറ്റപ്പെടുന്ന ആർക്കാണ് മറ്റ് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത്? അതുകൊണ്ട് തോഴി, താമരത്തണ്ട് പോലെ മനോഹരമായ കൈകളും കാലുകളുമുള്ള അവൻ ആ ഗോപിയെ ഇങ്ങനെ വാരിപ്പുണരുന്നു. ആ കാലുകളും ശ്രദ്ധിക്കുക. കാരണം കാമത്തിൽ ചിലപ്പോൾ കാലുകളെടുത്ത് മറ്റേ സ്ത്രീയുടെ പുറത്തേക്ക് വെക്കാം, കാലുകൾ പാദത്തിലൂടെ ഉരയ്ക്കാം. ഇങ്ങനെ ആ സമയത്തൊക്കെ പുരുഷന്റെ പരുക്കൻ കാല് തട്ടുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് വേദന ഉണ്ടാകാം, അല്ലെങ്കിൽ ആ സമയത്ത് അത് അറിഞ്ഞില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകാം. പക്ഷേ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണന്റെ കാലുകൾ ഗോപികയുടെ കാലുകളിലൂടെ ഉരയുമ്പോൾ ഒരു ഗോപിക കിടക്കുമ്പോൾ ഒരു താമരപ്പൂ വെച്ച് പാദത്തിൽ നിന്ന് മുട്ടിലേക്ക് ഒരു താമരപ്പൂ ഒഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് കൃഷ്ണൻ ഗോപികയെ ആലിംഗനം ചെയ്തിട്ട് തൻ്റെ കാലുകൊണ്ട് പാദത്തിൽ നിന്ന് മുട്ടിലേക്ക് ഇങ്ങനെ കാലുകൾ വെച്ച് നീക്കുമ്പോൾ അവൾക്കൊരു വേദനയും ഉണ്ടാകില്ല. ഒരു താമരപ്പൂ നീങ്ങുന്ന സുഖമാണ് അവൾക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ചന്ദ്രന്റെ കിരണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കാമുകൻ സ്ഥലത്തില്ലാത്ത ഏതൊരു കാമുകിയുടെയും ഉള്ളിൽ കിടക്കുന്ന കാമവികാരത്തെ ഉണർത്തുന്ന ഒന്നാണ് മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റും. മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റും അതേ കണക്ക് തന്നെ ചന്ദ്രന്റെ കിരണങ്ങളും. അപ്പൊ ഇവക്കൊരിക്കലും ഈ കൃഷ്ണൻ കെട്ടിപ്പിടിക്കുന്നത് കൊണ്ട് അവക്ക് എന്ത് ചെയ്യാണ്ട കാര്യമില്ല, നിലത്ത് കിടന്ന് ഉരുളേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കാമുകൻ സ്ഥലത്തില്ല. ഒരു സ്ത്രീക്ക് ഭയങ്കരമായ കാമം വരുന്നു. ആ കാമം വരുമ്പോൾ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അതിനെയാണ് ഇവിടെ ഉരുളുക എന്ന് പറയുന്നത് ഒരർത്ഥം. രണ്ട്, രതിലീലയിൽ ഏർപ്പെടുമ്പോൾ ആ രതിലീലയുടെ സുഖത്തിൽ പുരുഷനും സ്ത്രീയും ആലിംഗനം ചെയ്തുകൊണ്ട് കട്ടിലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളും. അങ്ങനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഭയങ്കരമായ കാമം വരുമ്പോൾ ആ കാമം സഹിക്കാൻ വയ്യാതെ സ്ത്രീ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അങ്ങനെ കിടക്കുന്നതിന് ഉരുളുക എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ രണ്ടാമത്തെ വ്യാഖ്യാനം, കൃഷ്ണനും ഗോപികയും കൂടെ രതിലീലയിൽ ഏർപ്പെടുമ്പോൾ കാമാധിക്യത്താൽ രണ്ടുപേരും പരസ്പരം വാരിപ്പുണർന്നിട്ട് അവരുടെ ശയ്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളും. പക്ഷേ ഇവിടെ ഈ ഗോപികയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ അവളെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞു. ചന്ദ്രൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ കാമവികാരങ്ങളെ തൃപ്തിപ്പെടുത്തി. ഇപ്പോൾ അവൾ കൃഷ്ണന്റെ നെഞ്ചത്ത് ഇങ്ങനെ മയങ്ങുന്നത് കൊണ്ട് ഈ ചന്ദ്രന്റെ കിരണങ്ങൾക്ക് അവളുടെ വികാരത്തെ ഉണർത്താൻ കഴിയില്ല. അവളുടെ വികാരത്തെ ഉണർത്തി തിരിച്ചും മറിച്ചും കിടത്താൻ കഴിയില്ല. ഇനി ഇത് മറ്റൊരു രീതിയിലും വ്യാഖ്യാനിക്കാം. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം താമരപ്പൂ പോലെ തണുത്തതും മനോഹരവുമായ കൈകൾ കൊണ്ട് അങ്ങനെ കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൾ രാത്രി മുഴുവനും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. കാരണം കണ്ണൻ അവളെ അത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് ആലിംഗനം ചെയ്യുന്നില്ല. അതായത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് കൃഷ്ണന്റെ താമരപ്പൂ പോലെ മനോഹരമായ കൈകൾ കൊണ്ട് തന്നെ ആലിംഗനം ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. പക്ഷേ കൃഷ്ണനാകട്ടെ അവളെ എന്തു ചെയ്യുന്നില്ല, ആത്മാർത്ഥമായി ആലിംഗനം ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ജയദേവ കവി ഒരു കാര്യം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ജയദേവ കവി ആദ്യമേ പറഞ്ഞു കൃഷ്ണന്റെ കൈകൾ താമരപ്പൂ പോലെ തണുത്തതാണെന്ന്. അതായത് ഇതിനെ രണ്ടാമത്തെ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഇങ്ങനെയാണ്: തണുത്ത മനസ്സോടുകൂടി കൃഷ്ണൻ അവളെ ആലിംഗനം ചെയ്യും. ഒരു ചടങ്ങ് നിർവഹിക്കുന്ന കണക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു ഒരു ചടങ്ങ് നിർവഹിക്കുന്ന കണക്ക് തണുത്ത രീതിയിൽ അവളെ ആലിംഗനം ചെയ്യും.
അങ്ങനെ ആലിംഗനം ചെയ്യുന്നത് കൊണ്ട് സ്വതവേ അവളുടെ കാമവികാരം നശിച്ചു പോയി. അതുകൊണ്ട് ഈ ചന്ദ്രകിരണങ്ങൾക്ക് ഈ തോഴിയിൽ വികാരമുണർത്താൻ കഴിയില്ല. ഇവിടെയും രാധാജി സ്ഥാപിക്കുന്നത് ഇങ്ങനെയാണ്: കൃഷ്ണന്റെ കൂടെ രമിക്കുന്ന ഒരു സ്ത്രീക്കും രതിസുഖം കിട്ടില്ല. കാരണം കൃഷ്ണന്റെ മനസ്സ് മുഴുവൻ രാധയായ എന്നിലാണ്. അതുകൊണ്ട് അവൻ എന്താ ചെയ്യുന്നത്? ഒരു തണുത്ത മട്ടിലാണ് രതിലീലയിൽ ഏർപ്പെടുന്നത്. അവൻ പൂർണ്ണ മനസ്സോടെ രതിലീലയിൽ ഏർപ്പെടണമെങ്കിൽ എൻ്റെ അടുക്കൽ തന്നെ വരണം. അതേ രാധാകൃഷ്ണൻ, രാധാകൃഷ്ണ സംഗമം, രാധാകൃഷ്ണ ശൃംഗാരം, രാധാകൃഷ്ണ രതിലീല, നികുഞ്ചത്തിൽ രാധാകൃഷ്ണന്മാരുടെ ശരീരങ്ങൾ വാരിപ്പുണർന്നുള്ള രതിലീല, അതുപോലെ മനോഹരമായിട്ട് ഒരു ഗോപികമായുമായുള്ള രതിലീലയില്ല. രാധാകൃഷ്ണ രതിലീല പാടൂ പാടൂ, മുക്തി നേടൂ മുക്തി നേടൂ, പ്രണയം നേടൂ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രം രാസേശ്വരി രാധികായേ സ്വാഹ.